ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീവിദ്യ സ്നേഹിക്കാച്ച എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്രാഫ്റ്റിന് ആവശ്യമായ സാധനങ്ങളാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പെയിൻ്റ് ആണ്. ഇപ്പോൾ കാണിക്കുന്ന പെയിൻറ് ഫാബ്രിക് പെയിൻ്റ് ആണ്. ഈ പെയിൻറ് തുണിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പെയിൻ്റ് ആണ്. ഇപ്പോൾ കാണിക്കുന്ന പെയിൻറ് അക്രിലിക് പെയിൻ്റ് ആണ്. ഈ പെയിൻറ് ബോട്ടിലൊക്കെ അടിക്കാൻ പറ്റുന്ന പെയിൻ്റ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3D ഔട്ട്ലൈനേഴ്സ് ആണ്. ഇത് 3D ഔട്ട്ലൈനറിന്റെ ഗിൽറ്റർ ആണ്. ഇത് പേൾ മെറ്റാലിക് പെയിന്റ് ആണ്. ഇത് പലതരം ഷെയ്ഡ് കിട്ടുന്നതാണ്. ഇതിന്റെ വില 20 രൂപയാണ്. അടുത്തതാണെങ്കിൽ പെയിന്റ് ബ്രഷ് ആണ്. നമ്മൾ പെയിന്റ് അടിക്കാൻ യൂസ് ചെയ്യുന്ന പെയിന്റ് ബ്രഷ് ആണ്. പല സൈസിലുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അടുത്തതെന്ന് വെച്ചാൽ സ്പോഞ്ചാണ്. ഇത് കുപ്പിയിലൊക്കെ അടിക്കാൻ കംഫർട്ടബിൾ ആണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഗ്ലാസ് പെയിന്റ് ആണ്. ആ ബോക്സ് തുറന്നാൽ തന്നെ ആദ്യം കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ഔട്ട്ലൈൻ ആണ്. ഇതിൽ പല ഷെയ്ഡുകളുണ്ട്. ഇതിന്റെ വില 85 രൂപയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫെവിക്കോൾ ആണ്. അത് മിക്കവരുടെയും കയ്യിൽ ഉണ്ടാവുന്നതാണ്. അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് കത്രികയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉള്ളനൂലാണ്. ഇത് നമുക്ക് പലതിനും സഹായകരമാണ്. അടുത്തത് ആർട്ടിസ്റ്റ് അക്രിലിക് കളേഴ്സ് ആണ് നമുക്ക് ആവശ്യം. ഇതിൽ പലതരം ഷെയ്ഡുകളുണ്ട്. ഞാൻ ഇപ്പോൾ ബ്ലൂ കളർ ഷെയ്ഡ് കാണിച്ചു തരാം. ഇതിന്റെ വില 310 രൂപയാണ്. അടുത്തത് നമുക്ക് ആവശ്യം ഗിൽറ്റർ പേപ്പറാണ്. ഇതുകൊണ്ട് പൂവൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് നമുക്ക് ആവശ്യം കളർ പേപ്പറാണ്. ഇത് മിക്കവരുടെ വീട്ടിലും കാണുന്നതാണ്. അടുത്തത് നമുക്ക് നമ്മളുടെ വീട്ടിൽ പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വാർണിഷാണ്. അടുത്തത് സ്കെച്ച് പെന്നാണ്. ഇത് മിക്കവരുടെ വീട്ടിലും കാണുന്നതാണ്. ഗിഫ്റ്റൊക്കെ. പിന്നെ അടുത്തത് കളർ പെൻസിലാണ്. പിന്നെ ഒരു മാർക്കർ, പിന്നെ ഓയിൽ പേസ്റ്റ്. ഇതിന്റെ വില 75 രൂപയാണ്. പിന്നെ ഒരു ക്ലേ ആവശ്യമാണ്. ഈ ക്ലേ തുറന്നു കഴിഞ്ഞാൽ അത് മിക്സ് ചെയ്ത് ഈക്വൽ ആക്കിയിട്ട് നമുക്ക് പലതിനും ഉപയോഗിക്കാം.